വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കം നൽകിയ ഹർജികൾ. നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി വൈകിട്ട് കോഴിക്കോട്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. SFIO കുറ്റപത്രം ലഭിച്ചതോടെ തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങി ED. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ED കുറ്റപത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം. രാജ്യവ്യാപകമായി ED ഓഫീസുകളിലേക്ക് ഇന്ന് കോൺഗ്രസ് മാർച്ച്. കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും രണ്ടും പ്രതികൾ. ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. കാട്ടാന ആക്രമണത്തിൽ 3 പേർ മരിച്ചതിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. കാട്ടാന ആക്രമണം തടയാൻ ശാശ്വത നടപടി വേണമെന്ന് ആവശ്യം. അതിരപ്പള്ളി വാഴച്ചാൽ ഇക്കോ ടൂറിസം സെന്റർ അടച്ചിടും. മരിച്ച 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുഖം മണൽ മൂടിയതിൽ മന്ത്രിതല ചർച്ച ഇന്ന്. സംയുക്ത സമരസമിതിയുമായി മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തും. മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നതിൽ എതിർപ്പറിയിക്കാൻ സമരസമിതി. ഈസ്റ്ററിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ സമരസമിതി തീരുമാനം. മേലുദ്യോഗസ്ഥനെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ N പ്രശാന്ത് IASന്റെ ഹിയറിംഗ് ഇന്ന്. ഹിയറിംഗ് വൈകിട്ട് ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ. പ്രശാന്ത് ഹാജരാകുമോ എന്നതിൽ ആകാംക്ഷ. IPLൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വിജയപ്രതീക്ഷയോടെ ടീമുകൾ. മത്സരം രാത്രി 7:30 ഡൽഹിയിൽ.